ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ലോട്ട് സൈസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അതായത് എങ്ങനെ നമുക്ക് ഈ ലോട്ട് കൺട്രോൾ ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കിയിട്ട് ഇടാം എന്നൊക്കെയാണ് കുറേ ആൾക്കാർക്ക് അറിയാത്തത്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് അടിച്ചോ, അതേപോലെ തന്നെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആയിക്കോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഞാനിവിടെ ഓൾറെഡി ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 5 പോയിന്റ് സംതിങ് ലോസിലാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ട്രേഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഫുൾ സ്ക്രീൻ ആക്കി കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ഇട്ടത് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ SL ഈ അടിയിലുള്ളത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് TP, സെക്കൻഡ് TP. ഓക്കെ, ഫസ്റ്റ് TP സെക്കൻഡ് TP സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്തു, എനിക്ക് 0.1 ആണ് ഇടാനുള്ളത്. അതായത് 0.10 ലോട്ടാണ് എനിക്ക് ഇടാനുള്ളത്. 0.10 ലോട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാനത് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ആക്കി, രണ്ടെണ്ണാക്കി. ഓക്കെ, അത് 0.05 0.05 എന്നുള്ള 2 ലോട്ടാക്കിയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഒരു ലോട്ടിൽ ഞാൻ രണ്ട് ലോട്ടിൻ്റെ SL ഒരേപോലെ തന്നെയാണ്. എന്നിട്ട് ഒരു ലോട്ടിൻ്റെ SL എന്ത് ചെയ്തു, ഞാൻ മേലെ കൊണ്ട് വെച്ചു. ഓക്കെ, കുറച്ചുകൂടി മേലെ കൊണ്ട് വെക്കാം. $20 ആക്കി വെക്കാമാണെന്നുണ്ടെങ്കിൽ $20 ആക്കി വെച്ചു ഇവിടെ. ഓക്കെ, രണ്ടാമത്തത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഞാൻ എത്രയാണ് റിസ്ക് വെച്ച് വെച്ചാൽ അതനുസരിച്ച് ഞാൻ വെച്ചു. ഞാൻ റിസ്ക് വെച്ചിട്ടുള്ള ഒരു ട്രേഡിൽ ഞാൻ റിസ്ക് വെച്ചിട്ടുള്ളത് ഏകദേശം 11-12 സെൻസ് ആണ്. ഓക്കെ, 11-12 സെൻസ് ആണ് ഞാൻ റിസ്ക് വെച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫസ്റ്റത്തെ റിസ്ക് അവിടെ ഞാൻ സെറ്റ് ചെയ്തു. കുറച്ച് മേലെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ 12 ആയി. ഞാനത് 12 സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 ലോട്ട്. അതായത് ഇവിടെ കയറി വന്നതിൻ്റെ ഫസ്റ്റ് ടാർജറ്റ് അടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ സ്റ്റോപ്പ് ലോസ് എനിക്ക് ബ്രേക്ക് ഈവൻ വെക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എനിക്ക് കൊണ്ടുപോയി ബ്രേക്ക് ഈവൻ വെക്കാം. അതേപോലെ തന്നെ 2 ടാർജറ്റുമായി 2 സ്പ്ലിറ്റ് ആക്കി വെച്ചതുകൊണ്ട് തന്നെ എനിക്കെന്തായി, ഈ മാർക്കറ്റ് ഇവിടെ വരെ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാലും എനിക്കെന്തായി, ഞാൻ ഈ ഒരു 1:1 റേഷ്യോ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വേണം നിങ്ങൾ ട്രേഡ് ഇടാൻ. എല്ലാവരും അങ്ങനെ തന്നെയാണ് ട്രേഡ് ഇടുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ വേണം ട്രേഡ് ഇടാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്പ്ലിറ്റ് ഒന്നും ആക്കിയിട്ടുണ്ട്, ഞാനൊരു ഒറ്റ ലോട്ടേ ഇടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഒരു സൈഡിൽ പെന്നിൻ്റെ ഓപ്ഷൻ കാണാനില്ലേ? പെന്നിൻ്റെ ഓപ്ഷൻ കേൾക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പാർഷ്യൽ ക്ലോസ് പറഞ്ഞിട്ട് സംഭവം വരും. ഇവിടെ ഇപ്പോൾ 0.04 എന്നാണ് കാണിക്കുന്നത്. ഈ 0.05 ഞാൻ സേവ് ഞെക്കി കഴിഞ്ഞാൽ എൻ്റെ ഈ 0.05 എന്ന് 0.04 ആണ് ക്ലോസ് ആവും. അത്രയും ക്ലോസ് ആവും. പക്ഷേ ഇതിൻ്റെ റിയൽ റണ്ണിങ് ട്രേഡ് ആയതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്ത് കാണിച്ചു തരുന്നില്ല. ഞാൻ പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലോസ് ആവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ആക്കി ഇടണം എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ആക്കി ഇടാം. ഇല്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ ട്രേഡ് ആയിട്ട് ഇട്ടാലും മതി. സ്പ്ലിറ്റ് ആക്കി ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോളും. ഇൻസ്റ്റന്റ് ആയിട്ട് ക്ലോസ് ആയിക്കോളും. നമ്മൾ ക്ലോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ അതിനായിട്ട് മാനുവലി നമ്മൾ വരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ ആ ഒരു ബി എടുത്തിട്ട് മുകളിലോട്ട് കയറ്റി വെക്കണതാണ്. വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. ഓക്കെ, ഇതന്നെയാണ് എല്ലാത്തിലും ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബിറ്റ് കോയിനിലും ഗോൾഡിലും ഒക്കെ ഡിഫറെൻറ്റ് ലോട്ട്സ് ആയിരിക്കും. കാരണം അതിൽ നമുക്ക് ഇത് കുറവാണ്, കാരണം ലിവറേജ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോട്ട് സൈസ് നമുക്ക് കുറച്ചായിട്ടാണ് ഇടേണ്ടി വരിക. ഞാൻ ഗോൾഡിൽ ഇടുന്ന ലോട്ട് സൈസ് പറയണത് 0.05 അതിൻ്റെ മേലെ ഞാൻ ഇടലില്ല. അതേപോലെ തന്നെ ബിറ്റ് കോയിനിൽ 0.03 മേലേക്ക് ഞാൻ ഇടലില്ല. ഓക്കെ, നിങ്ങൾ ലോട്ട് സൈസ് കൺട്രോൾ ചെയ്യുക. ലോട്ട് സൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് ഇതുവരെയാണ് SL വെക്കേണ്ടത്. ഇതുവരെ SL വെക്കാൻ ഞാൻ ഏകദേശം എടുത്തിട്ടുള്ളത് $30 ആണ് ഞാൻ ഒരു ഒറ്റ ട്രേഡിൽ റിസ്ക് വെക്കാറ്. ഓക്കെ, $30 റിസ്ക് വെക്കുമ്പോൾ എനിക്ക് ലോട്ട് സൈസ് എത്ര വേണമെന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഞാൻ ഓർഡറിൽ പോയിട്ടാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുപോയിട്ട് വെക്കും. ഇതിൻ്റെ അടിയിൽ കുറച്ച് ഇറക്കിയിട്ടാണ് വെക്കുക. ഇതിൻ്റെ അടിയിൽ വെക്കും. ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഞാൻ നോക്കും. ഇവിടെ 2 ആണ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലോട്ട് കുറച്ച് കൂട്ടും. ഇവിടെ 10, ഇപ്പോൾ 12 ആണ്. ഒരു ലോട്ട് കൂടി കൂട്ടി കഴിഞ്ഞാൽ $15. ഞാൻ ഇവിടുന്ന് 2 ട്രേഡ് അങ്ങോട്ട് ഇടും. 2 പ്രാവശ്യം ഇടും. എന്നിട്ടാണ് ഞാൻ TP ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഞാൻ TP എന്ത് ചെയ്യും, ഫസ്റ്റത്തെ TP എന്ത് ചെയ്യും, ഫസ്റ്റ് 1:1 എന്നുള്ള റേഷ്യോ, അതായത് $50 മേലെ ഇവിടെ കുറച്ച് കൊണ്ടുവയ്ക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പോൾ $16 ആയി. 1:1 റേഷ്യോ ആണ്. സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ $16 ആയി. ഞാൻ എന്ത് ചെയ്യും, ട്രേഡ് ഇടും. അടുത്ത ട്രേഡിൻ്റെ അത് ഞാൻ മേലെ കൊണ്ടുവയ്ക്കും. ഇങ്ങനെയാണ് ഞാൻ ട്രേഡ് ഇടൽ.
നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. ഓക്കെ, സോ സിമ്പിളാണ് ലോട്ട് സൈസിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് പ്യുവർ ഫോർ ബിഗിനേഴ്സിനുള്ളതാണ്, സിമ്പിളാണ്, ചെക്കൗട്ട് ചെയ്ത് നോക്ക്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഒരു പരിധി വരെയുള്ള ലോസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. ഫസ്റ്റ് ടി പി സെക്കൻഡ് ടി പി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് മേലെ എത്തണവരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ടി പി വയ്ക്കുക, സെക്കൻഡ് ടി പി വയ്ക്കുക, എന്നിട്ട് ട്രേഡ് ഇടുക. ഇല്ലെങ്കിൽ മൂന്നെണ്ണം സ്പ്ലിറ്റ് ആക്കിയിട്ട് വെച്ചോ. ഇത് $30 ആണെന്നുണ്ടെങ്കിൽ 10 എന്ന് വെച്ചിട്ട് ഇട്ടോ. ഫസ്റ്റ് ടി പി സെക്കൻഡ് ടി പി തേർഡ് ടി പി എന്ന് പറഞ്ഞിട്ട് വെച്ചോ. എന്നാലും കുഴപ്പമില്ല, എന്നാലും സീനില്ല. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും വെച്ചോ. എന്നാലും അത് അടിപൊളിയായിട്ട് മാർക്കറ്റ് കയറി ഫസ്റ്റ് ടി പി അടിച്ചു, സെക്കൻഡ് ടി പി അടിച്ചു, തേർഡ് ടി പി അടിച്ചു, അങ്ങനെ ആയാലും നമുക്ക് പ്രശ്നമില്ല. സ്പ്ലിറ്റ് ആക്കിയിട്ട് വെക്കാൻ നോക്കുക, എല്ലാം മാക്സിമം സ്പ്ലിറ്റ് ആക്കിയിട്ട് വെക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് എന്തായാലും നമ്മളെ പോർട്ട്ഫോളിയോ വരുള്ളൂ. ഓക്കെ, പോർട്ട്ഫോളിയോ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു അക്കൗണ്ട് ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് എടുത്തതാണ്. ഈ ഒരു അക്കൗണ്ട് തന്നെ $600 അത് ഉണ്ടായിരുന്നത്. അതായത് 4600 അത് ഉണ്ടായിരുന്നത്. ഓക്കെ, 4600 അതായത് $100 കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ഈ അക്കൗണ്ട് ബ്രീച്ച് ആവുന്നുള്ള അവസ്ഥയാണ്. സോ 4600 അത് ഞാൻ 4800 എത്തിച്ചു. സോ ഞാൻ യൂസ് ചെയ്ത ട്രിക്കാണത്. സോ ഇനി ഒരു മാസത്തിനുള്ളിൽ എന്തായാലും അത് ഞാൻ 5100 5200 ആക്കും. സോ അത് അത്ര പെട്ടെന്ന് ഞാൻ ഡെയിലി ഒരു ട്രേഡൊക്കെ എടുത്ത് സൂക്ഷിച്ച് നോക്കി ട്രേഡൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ പോർട്ട്ഫോളിയോ കയറി വരുന്നത്. ഇനി അതെന്തായാലും ഒരു മാസത്തിനുള്ളിൽ അത് 5000 5100 ഒക്കെ ആവും. മാസക്കണക്കിനാണ്. മാസം നമ്മൾ എന്തായാലും നമ്മളെ പോർട്ട്ഫോളിയോ ഉയർത്തി കൊണ്ടുവരണം. സോ കുറച്ച് കാലത്തിനുള്ളിൽ ഈ അക്കൗണ്ട് ഇതാവും. ഞാനൊരു പുതിയ അക്കൗണ്ട് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഒരു 25K ഒക്കെ ഒരു അക്കൗണ്ട് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് എന്തായാലും കിടിലനായിട്ട് നല്ല ലോട്ട് സൈസ് ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതൊന്നും മറക്കരുത്. മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.